എങ്ങനെയാ പറ്റിയത്? വോളിബോൾ സ്റ്റേറ്റ് സെലക്ഷൻ ട്രയലായിരുന്നു. കോർട്ടിൽ നല്ല വഴുക്കലുണ്ടായിരുന്നു. കൈ കുത്തിയാ വീണത്. ഓ, ജോ പറഞ്ഞപ്പോഴാണ് ഞാൻ കാര്യം പറഞ്ഞത്. ഞാനിവിടെ ഉണ്ടായിരുന്നു. ഡോക്ടർ എന്ത് പറഞ്ഞു? ഡോക്ടർ ഒന്നും പറഞ്ഞില്ല. ഓ, ഞാനൊന്ന് സംസാരിച്ചിട്ട് വരാം. ഇത് വെച്ചോളൂ. അതെ, ഈ ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റ് എവിടെ? ഇവിടെ നിന്ന് നേരെ പോയിട്ട് ലെഫ്റ്റ് ആണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ എൻക്വയറി ചോദിച്ചു. ഓക്കെ, താങ്ക്സ്. നീ ഇത് എവിടെയായിരുന്നു? ഞാൻ എവിടെയൊക്കെ നോക്കിയെന്നറിയോ? ഞാൻ മരുന്ന് വാങ്ങാൻ വന്നതാ. വാ. ഇതാണ് മോളുടെ ഭർത്താവ്. എന്താ മോനെ കൊച്ചിനെ ഒറ്റയ്ക്ക് വിട്ടത്? ചെക്കപ്പിനൊക്കെ വരുമ്പോ കൂടെ വരണ്ടേ? ദേ, ഇനി ഇതുപോലെ ഒറ്റയ്ക്ക് വിടരുത്. ഭാര്യ ഗർഭിണിയാ. രമേശേട്ടാ, മരുന്ന് വാങ്ങിയപ്പോ കയ്യില് പൈസ തികഞ്ഞില്ല. ഈ ചേച്ചിയാ ബാക്കി കൊടുത്തത്. ഓ, കൊടുക്ക. ദാ ചേച്ചി. ശരി. എനിക്കിന്ന് പോവാൻ തോന്നുന്നില്ല. നിന്റെ കൂടെ ഇങ്ങനെ കിടക്കാൻ തോന്നുന്നു. മോം അടിപിടിച്ച് കിടന്നു. പക്ഷേ ഇനി ഇങ്ങനൊന്നും ആയാ പറ്റില്ല. കുഞ്ഞുണ്ടായി എന്നറിയുമ്പോ എന്റെ അച്ഛനും അമ്മയും വഴക്കൊക്കെ മറക്കുമായിരിക്കും അല്ലേ? നീ വേറെ എന്തെങ്കിലും പറ. ആരും ഇല്ലാതെ ഇത്രയും നാള് ജീവിച്ചില്ലേ? നിനക്കൊരു കുറവുണ്ടാവും നോക്കാനാ ഞാൻ ഈ കഷ്ടപ്പെടുന്ന മുഴുവൻ. ഈ ഫ്ലാറ്റ് തന്നെ വാങ്ങിയെന്തിനാ? ഒരു വലിയ വീട്ടിൽ നിന്ന് എന്നോടൊപ്പം ഇറങ്ങി വന്നിട്ട് നിനക്കൊരു വിഷമം ഉണ്ടാവാതിരിക്കാനാ. ഇനി കുഞ്ഞുണ്ടായ ഒരു കുറവുണ്ടാവും ഞാൻ നോക്കും. രമേശേട്ടാ, ദേഷ്യപ്പെടാതെ. നിങ്ങളായിരുന്നോ? അതെ, ഫോൺ കട്ടാക്കാൻ എളുപ്പമാ രമേശ. പക്ഷെ ഇൻസ്റ്റാൾമെന്റ് കട്ടാക്കിയ ദേ ഇതുപോലെ ആൾക്കാർ വീട്ടിൽ കയറി ഇറങ്ങും. ഇവിടെ നിന്ന് പ്രശ്നം ഉണ്ടാക്കരുത്. അടുത്ത മാസം 17-ാം തീയതി ഞാൻ എല്ലാ ഡ്യൂസും സെറ്റിൽ ചെയ്തോളാം. രമേശ, ഇപ്പോ തന്നെ 3 EMI പെൻഡിങ്ങാ. അടുത്ത ആഴ്ച അത് 4 ആകും. കൃത്യമായി തിരിച്ചടയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്തിനാണോ ഇത്ര വലിയ ലോണൊക്കെ എടുക്കുന്നത്? ഞാൻ പറയാം, വന്നേ. അടുത്ത മാസം ഞാൻ എന്തായാലും അടയ്ക്കും. അപ്പോഴത്തേക്ക് എന്റെ ബോണസ് ക്രെഡിറ്റ് ആവും. നിങ്ങളിപ്പോ പോണം. ഞങ്ങൾ ഇപ്പൊ പോകാം. ഇനി വരുന്നത് നിന്റെ ഓഫീസിലേക്കായിരിക്കും. 17-ാം തീയതിയിലേക്ക് ഇനി അധികം ദിവസങ്ങളില്ല. വാടാ. രമേശ, നിനക്കിത് അടച്ചു തീർക്കാൻ പറ്റുമോ? സർ, ഞാൻ 17-ാം തീയതി സെറ്റിൽ ചെയ്തോളാം. എന്റെ രമേശ, ഈ സെയിൽസ് എക്സിക്യൂട്ടീവിന്റെ ജോലിയും വെച്ചോണ്ട് എത്രത്തോളം ലോൺ അടച്ചു തീർക്കാൻ പറ്റുമെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. നിനക്ക് പറ്റിയ ആ പഴയ കൊട്ടേഷൻ പണി തന്നെ. ജോസേട്ടാ, ഒട്ടിച്ചു കൂട്ടുകയാണല്ലോ. എങ്ങനെയുണ്ട് കോറി ബിസിനസ്സൊക്കെ? തുടങ്ങിയിട്ടേ ഉള്ളൂ. ലീസിനെടുത്തതാ. കാറ്ററിംഗ് ഉണ്ടെന്ന് അറിഞ്ഞു. ഓ, പാർട്ടിയുടെ LC സെക്രട്ടറിയുടെ ചാർജും തനിക്കാണെന്ന് കേട്ടു. അതെ സർ. ഒരു വശത്തോടെ പ്രകൃതി സംരക്ഷണത്തിന് സമരം ചെയ്യും, മറുവശത്തോടെ നിങ്ങൾ തന്നെ നശിപ്പിക്കും. ജീവിച്ചു പോകണ്ടേ സർ? നമ്മൾ ഉണ്ടായാലല്ലേ പാർട്ടി ഉള്ളൂ. അന്വേഷണമൊക്കെ ഏതുവരായി സർ? അന്വേഷണം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അനൂപിനെ പോലെ എഡ്യൂക്കേറ്റഡ് ആയ ഒരു യുവ നേതാവിന്റെ വളർച്ചയിൽ മറ്റാരെങ്കിലും ഭയപ്പെട്ടിരുന്നു? അതും അന്വേഷിക്കേണ്ട കാര്യമാണ്. അനൂപിനേക്കാളും സീനിയറായ പലരും ലോക്കൽ കമ്മിറ്റിയിലുണ്ടായിരുന്നിട്ടും എന്തായിരുന്നു അയാളെ സെക്രട്ടറി സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കാനുള്ള സാഹചര്യം? സീനിയോറിറ്റി മാത്രം നോക്കിയല്ല ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയെ തിരഞ്ഞെടുക്കുന്നത്. വിഭാഗീയതയൊക്കെ കടന്നുകൂടിയ പാർട്ടിയാണല്ലോ നിങ്ങളുടേത്.
ജോസ് സെബാസ്റ്റ്യനും ആ സ്ഥാനത്തേക്ക് മത്സരിച്ചു എന്ന് കേട്ടല്ലോ. അങ്ങനെയൊന്നുമില്ല സർ. ഒരു സംഘടനയാവുമ്പോ അതൊക്കെ സ്വാഭാവികം. ഭൂരിപക്ഷം അനൂപിനായിരുന്നു. ഓക്കെ ഓക്കെ. എങ്ങനെയായിരുന്നു അനൂപിന്റെ പ്രവർത്തന രീതി? നാട്ടുകാർക്കിടയിൽ നല്ല ഇമേജ് ആയിരുന്നു. ഇവിടെ പുതുതായി തുടങ്ങിയ സ്വകാര്യ മെഡിക്കൽ കോളേജിന്റെ വരവിനോടൊക്കെ പോസിറ്റീവായ സമീപനമായിരുന്നു സഖാവിന്. The education of all children, from the moment they can get along without a mother's care, shall be in state institutions at state expense. കാൾ മാർക്സിന്റെ വാക്കുകളാണത്. വിദ്യാഭ്യാസം സ്റ്റേറ്റിന്റെ കീഴിലായിരിക്കണം. പക്ഷെ ഇപ്പോഴത്തെ നമ്മുടെ ലോകക്രമം വെച്ച് നമുക്കത് സാധ്യമല്ല. എന്നാലും ഈ മെഡിക്കൽ കോളേജ് നമ്മുടെ ഓരോരുത്തരുടെയും പ്രതീക്ഷയുടെ പുറത്താണ് കെട്ടിപ്പൊക്കിയിരിക്കുന്നത്. പണക്കാരനെ പോലെ പാവപ്പെട്ടവനും ഇവിടെ പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാകട്ടെ എന്ന പ്രതീക്ഷയോടെ ഞാൻ നിർത്തുന്നു. അഭിവാദ്യങ്ങൾ. ശരി, അപ്പൊ കാണാം. കലക്കിയടോ അനൂപേ തന്റെ പ്രസംഗം. എൽ സി സെക്രട്ടറിയും വികാരി അച്ഛനും ബെസ്റ്റ് കോമ്പിനേഷൻ. അതിനെന്താ നാരായണേട്ടാ, സഭയായാലും പാർട്ടിയായാലും എല്ലാം മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടിയല്ലേ? അത് ശരിയാച്ചോ. ക്രിസ്തു എന്നും അധ്വാനിക്കുന്നവന്റെയും ഭാരം ചുമക്കുന്നവന്റെയും കൂടെയായിരുന്നു. ഞങ്ങളും അങ്ങനെ തന്നെ. വേല കയ്യിലിരിക്കട്ടെ മോനെ. ജോസബാസ്റ്റ്യ തന്നെ പള്ളിയിലോട്ടൊന്നും കാണാറില്ലല്ലോ. ഞാൻ എല്ലാ മാസവും വന്ന് കുമ്പസരിക്കാറുണ്ടച്ചോ. താൻ ഇടയ്ക്കിടയ്ക്ക് കുമ്പസാരിക്കുന്നത് നല്ലതാ. അനൂപേ വാ, തന്നെ ഒരാൾക്ക് പരിചയപ്പെടണം. ഓ ചെല്ലു സഖാവായ, ഇപ്പൊ തന്നെയല്ലേ എല്ലാവർക്കും ആവശ്യം. അനൂപേ, ഇത് പോൾ അലക്സാണ്ടർ, കോളേജിന്റെ ബോർഡ് ഡയറക്ടർ. എനിക്കറിയാം. ഹലോ സർ. ഇത് അനൂപ്, ഇവിടുത്തെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി. I know. You impressed me a lot. അനൂപ് എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റാ. Oh, great. Yes. ഞാൻ JNU പഠിച്ചത്, പൊളിറ്റിക്കൽ സയൻസ്. നിങ്ങളുടെ പാർട്ടിയുടെ നാഷണൽ സെക്രട്ടറി എന്റെ ബാച്ച്മേറ്റ് ആണ്. ഓ, പിന്നെ കോളേജിന് എല്ലാ സപ്പോർട്ടും നിങ്ങളുടെ പാർട്ടിയുടെ സൈഡിൽ നിന്ന് വേണം. തീർച്ചയായും എല്ലാ പോസിറ്റീവ് മൂവിനെയും സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്റ്റാൻഡാണ് പാർട്ടിക്ക്. Thank you. Okay. I know your party more than anyone. Mr. Manoj. അനൂപ്, CV അനൂപ്. I'm sorry. See you, young comrade. താങ്ക് യു സർ. Okay, bye. ഓക്കെ. നമ്മുടെ ജിൻസി കൊച്ചിന്റെ അഡ്മിഷൻ മാർക്ക് പോരാന്നും പറഞ്ഞ് കോളേജ് മാനേജ്മെന്റ് റിജക്ട് ചെയ്തു. അപ്പൊ എൽ സി ചേച്ചി അവളുടെ സ്പോർട്സ് റെക്കോർഡ്സും മെറിറ്റ് സർട്ടിഫിക്കറ്റ് ഒന്നും കാണിച്ചില്ലേ? ഓ, അതൊന്നും അവർക്ക് വലിയ കാര്യമല്ല. ഇപ്പൊ തന്നെ ഒരുപാട് കുട്ടികൾ മെറിറ്റിലുണ്ടെന്നാ പ്രിൻസിപ്പാള് പറയുന്നേ. പാർട്ടിക്ക് വേണ്ടി രക്തസാക്ഷിയായ സഖാവ് ജോസഫിന്റെ മകൾക്ക് ഒരു അഡ്മിഷൻ വാങ്ങിക്കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഈ മെഡിക്കൽ കോളേജ് കൊണ്ട് നാട്ടുകാർക്ക് എന്താ ഗുണം? സഖാക്കളെ, തലവരി പണം വാങ്ങി വേണ്ടത്ര മാർക്കില്ലാത്ത അയോഗ്യരായ വിദ്യാർത്ഥികൾക്ക് കോളേജ് മാനേജ്മെന്റ് പ്രവേശനം നൽകിയിട്ടുണ്ട്. ദാ ആ വിദ്യാർത്ഥികളുടെ ലിസ്റ്റാണിത്. കോളേജ് യൂണിറ്റ് സെക്രട്ടറി സൂരജ് തന്നത്. ഓ, ആൽഫ്രഡ് ജോസ്, പ്രിയങ്ക ബാലചന്ദ്രൻ, ഷിയാസ്, അനുപമ മോഹൻ, ചാൾസ്. സഖാക്കളെ, സ്റ്റുഡൻസ് ഫെഡറേഷൻ സ്വാശ്രയ കോളേജുകൾക്കെതിരെ സമരം തുടങ്ങാനിരിക്കുകയാണ്. ഈ കോളേജിലും കാര്യങ്ങൾ കൃത്യമായല്ല നടക്കുന്നതെന്ന് പാർട്ടിക്ക് ഇതോടെ ബോധ്യമായിട്ടുണ്ട്. വികസനം വരുമ്പോ പിന്തിരിപ്പൻ നയം കാണിക്കുന്ന പാർട്ടിയാണെന്ന് പൊതുവെ വിമർശനമുള്ളതുകൊണ്ടാണ് നമ്മളും കോളേജിനെ സപ്പോർട്ട് ചെയ്തത്. നമ്മുടെ ആലിക്കോയുടെ വീട് കോളേജ് കുട്ടികൾക്ക് താമസിക്കാൻ കൊടുത്തിട്ട് ഒച്ചയും വിളിയും കള്ളുടിയും പാട്ടുമായി നാലുപേർത്തുള്ളവർക്ക് പാർക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ആ കാര്യം കൂടി ഗൗരവമായി കാണണം. ആലിക്കോയുടെ വീടിന്റെ കാര്യം ഞാൻ അന്വേഷിച്ചോളാം. അതോടൊപ്പം സ്വാശ്രയ കോളേജുകളുടെ തെറ്റായ നയങ്ങൾക്കെതിരെ പാർട്ടി ശക്തമായി ഇടപെടുക തന്നെ ചെയ്യും. അഡ്മിഷന്റെ കാര്യത്തിൽ കോളേജ് സ്ട്രിക്ട് ഗൈഡ് ലൈൻസ് ആണ് ഫോളോ ചെയ്യുന്നത്. ഈ പറയുന്ന ജിൻസി ജോസഫിനേക്കാൾ മെറിറ്റ് ഉള്ള പലരുടെയും ആപ്ലിക്കേഷൻസ് ഇതുപോലെ റിജക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ലിസ്റ്റിലുള്ള 5 വിദ്യാർത്ഥികൾക്ക് എന്ത് ഗൈഡ് ലൈൻസ് വെച്ചിട്ടാണ് നിങ്ങൾ അഡ്മിഷൻ കൊടുത്തത്? എനിക്കിനി ഇവരോടൊന്നും സംസാരിക്കാനില്ല. ഇനിയിപ്പോ ഡോക്ടർ പോൾ അലക്സാണ്ടറോടും സംസാരിച്ചാലോ? നിങ്ങൾ സംസാരിച്ചു നോക്കൂ. ബട്ട് ഡോക്ടർ പോൾ ഇപ്പോൾ കാനഡയിൽ ഒരു ട്രീറ്റ്മെന്റ് പോയിരിക്കുക. വയനാട് പോലൊരു പിന്നോക്ക ജില്ലയിൽ നിങ്ങളുടെ മാനേജ്മെന്റിന്റെ ഇഷ്ടത്തിനനുസരിച്ച് അഡ്മിഷൻ നിർണ്ണയിക്കുന്ന ഏർപ്പാടുണ്ടല്ലോ, അതെന്തായാലും ഈ നാട്ടിലെ കുട്ടികൾക്ക് ഒരു ഗുണവും ചെയ്യില്ല. ക്യാപിറ്റേഷൻ തരുന്നവർക്ക് മാത്രം അഡ്മിഷൻ കിട്ടുന്ന ഒരു കോളേജാക്കി മാറ്റാനാണ് തീരുമാനമെങ്കിൽ ഞങ്ങളുടെ നിലപാട് മാറും. ഇവരോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഞാൻ ഇറങ്ങാച്ചോ. എന്നിട്ട് നിങ്ങൾ ജനകീയ പ്രക്ഷോഭം സംഘടിപ്പിച്ചോ? സ്റ്റുഡൻസ് ഫെഡറേഷൻ സമരം ശക്തമാക്കി. അവസാനം അവർ 5 പേർക്കും കോളേജ് വിടേണ്ടി വന്നു. അന്നത് വലിയ വാർത്തയായിരുന്നു. അവരുടെ ലിസ്റ്റൊക്കെ ജോയുടെ കയ്യിലുണ്ടോ? ലിസ്റ്റ് മാത്രമല്ല, കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഉണ്ട്. ഞാനത് എടുത്തുതരാം. ദാ സർ.
സഖാവ് ജോസഫിന്റെ രക്തസാക്ഷി ദിനത്തിൽ അനൂപ് എവിടെയായിരുന്നെന്ന് ജോയ്ക്കറിയാം. ഉച്ചവരെ ഇവിടെ ഉണ്ടായിരുന്നു. എന്തോ അത്യാവശ്യ കാര്യമുണ്ടെന്ന് പറഞ്ഞ് എന്റെ ബൈക്ക് എടുത്തോണ്ട് പോയി. കാര്യം എന്താണെന്ന് ജോയ്ക്കറിയില്ലേ? ഏതോ പെണ്ണ് കേസാണെന്ന് സംസാരമുണ്ടല്ലോ. അനൂപിന്റെ ഈ നാടകം കളിയും കോഴിക്കോട്ട് പോക്കും പാർട്ടിക്കുള്ളിൽ തന്നെ വിമർശനമുണ്ടാക്കിയിരുന്നു. പിന്നെ അതൊക്കെ ഒരാളുടെ സ്വകാര്യതയല്ലേ എന്ന് കരുതി ഞാനതിലൊന്നും ഇടപെടാറില്ല. വ്യക്തിയുടെ സ്വകാര്യതകൾ അവന്റെ പൊതുജീവിതവുമായി ഒരുപാട് അന്തരമുള്ള കാലമാണിത്. ഒരാൾക്ക് തന്നെ രണ്ട് മുഖം, രണ്ട് മനസ്സ്. ശരിയല്ലേ ജോസ് സെബാസ്റ്റ്യൻ? ഇത് നാരായണേട്ടൻ. എനിക്കറിയാം, അനൂപിന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ. 60കളുടെ അവസാനങ്ങളിൽ പാർട്ടി വളർത്താൻ ആലപ്പുഴയിൽ നിന്ന് വയനാട്ടിലേക്ക് വന്നയാൾ. എനിക്ക് നാരായണേട്ടനെ വിശദമായി കാണേണ്ടതുണ്ട്. പിന്നീട് ഒരിക്കലാവാം. ശരി.